അമിതമായിട്ടുള്ള ടെൻഷൻ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BP കൂടെയല്ലേ ഉള്ളൂ, അതൊക്കെ എന്ത് രോഗം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പിടിപെടുന്ന രോഗങ്ങളുടെ ഏകദേശം 90% നിങ്ങളുടെയും പുറകിൽ ഈ ടെൻഷൻ ഒരു പ്രധാന വില്ലനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞുതരാം. നിങ്ങൾക്ക് വിട്ടുമാറാതെ അലർജിക് റിയാക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ, അത് ടെൻഷൻ കൊണ്ട് സംഭവിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലും ടെൻഷൻ കൊണ്ട് സംഭവിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിലേക്ക് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ, അഡ്രിനാലിൻ ഇതെല്ലാം റിലീസ് ചെയ്യുകയും ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുകയും ചെയ്യും. നിങ്ങളുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സിറോട്ടോണിൻ പോലുള്ള ഘടകങ്ങൾ, ഡോപ്പാമിൻ പോലുള്ളവയുടെ റിലീസിനെ ഇത് ബാധിക്കുകയും നിങ്ങൾക്ക് ഇത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് ചെന്നെത്തിക്കുന്നു വരാം. അമിതമായിട്ട് ടെൻഷൻ ഉള്ളവർ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്നത് ഇത്തരത്തിൽ ഡിപ്രഷൻ രോഗം ബാധിച്ചിട്ടാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും വിട്ടുമാറാത്ത വേദന വന്നു വരാം. കഴുത്തിന്റെ ഭാഗത്ത് വേദന, ശരീരത്തിന്റെ പല ഭാഗത്തും വിട്ടുമാറാത്ത വേദന, ജോയിന്റ്സിന് വേദന, തലവേദന വിട്ടുമാറാതെ നിൽക്കുന്നതിനും എല്ലാം ടെൻഷൻ ഒരു പ്രധാന കാരണമാണ്. ചിലർക്ക് നെഞ്ചിന്റെ ഭാഗത്ത് അമിതമായ വേദന, ശ്വാസം എടുക്കുമ്പോഴോ തുമ്മുമ്പോഴോ എല്ലാം കൊളുത്തിപ്പിടിക്കുന്ന പോലെ വേദന വരുന്നില്ലേ? ടെൻഷൻ ഒരു കാരണമാണ്. നിങ്ങൾക്ക് ഈ വയറിനകത്ത് അമിതമായി അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പൊടിച്ചതായിട്ടുണ്ടെങ്കിലോ അതിനും ടെൻഷൻ ഒരു കാരണമാണ്. ടെൻഷൻ ഉള്ളവർക്ക് കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് അടുത്ത ഭാഗത്തേക്ക് പോയി എന്ന് വരില്ല, വയറിൽ കിടന്ന് കുളിച്ച് തകട്ടി വരാൻ കാരണമാകും. കുടലിന്റെ മൂവ്മെന്റ് സ്ലോ ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൈൽസ്, മലബന്ധം, ഫിഷർ പോലുള്ള അവസ്ഥകൾ, കോൺസ്റ്റിപ്പേഷൻ വിട്ടുമാറാതെ വരുന്നതിന് കാരണമാകും. ചിലർക്ക് കുടലിന്റെ സ്പീഡ് കൂടുന്നതിന് ഈ ടെൻഷൻ ഒരു കാരണമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് വിടും, IBS പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. കുടലിനകത്ത് ജീവിക്കുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷനെ കുറച്ച് ചീത്ത ബാക്ടീരിയകൾ വർദ്ധിക്കുന്നതിന് ഈ ടെൻഷൻ ഒരു കാരണമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറയും, അലർജി വല്ലാണ്ട് കൂടും. അതായത് വിട്ടുമാറാതെ തുമ്മലും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലും ടെൻഷൻ ഒരു വില്ലനാണ്. മാത്രമല്ല, ടെൻഷൻ അമിതമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കും. നിങ്ങൾക്ക് ഷുഗർ കൂടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്, ഫാറ്റി ലിവർ രോഗം വരുന്നതിന് കാരണമാകും. കൂടാതെ നിങ്ങളുടെ സ്കിന്നിന്റെ ഡ്രൈനസ് വന്ന് എക്സിമ പോലുള്ള അവസ്ഥകൾ വരുന്നതിനും ടെൻഷൻ കാരണമാകുന്നുണ്ട്. ഇങ്ങനെ A to Z രോഗങ്ങളുടെ പുറകില് ടെൻഷൻ വില്ലനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? അമിതമായിട്ട് ടെൻഷനുള്ള, രാത്രി ഉറങ്ങാതിരിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് വെപ്രാളം വരുന്ന ആൾക്കാരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.